السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه وأتباعه الفائزين برضا الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وذروا ما بقي من الربا إن كنتم مؤمنين. صدق الله العظيم. ഏറെ ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കട്ടെ. അല്ലാഹുവിന്റെ ജന്നാത്തുൻ നഈമിൽ നമ്മെ എല്ലാം ഒരുമിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങളും കരുണയുള്ള റബ്ബ് നമുക്ക് മാപ്പാക്കി തരട്ടെ. നമ്മുടെ മാതാപിതാക്കളുടെ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളുടെയും മുസ്ലിമാത്തുകളുടെയും പാപങ്ങളും കാരുണ്യവാനായ റബ്ബ് പരിപൂർണമായി മാപ്പാക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ അഖിലം അല്ലാഹു സന്തോഷവും സൗകര്യങ്ങളും അല്ലാഹു ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, ദുൽഹജ്ജ് മാസം അൽഹംദുലില്ലാഹ് ഏതാനും ദിവസം കഴിയുമ്പോൾ അനുഗ്രഹീതമായ അറഫ ദിവസം സമാഗതമാവുകയാണ്. നമ്മുടെ നാട്ടിൽ ദുൽഹജ്ജ് 9 ബുധനാഴ്ചയാണ്. വ്യാഴാഴ്ച ബലിപെരുന്നാളാണ്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ഒരേ മനസ്സോടെ ഒരേ വസ്ത്രത്തിൽ ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് ഒരേ ലക്ഷ്യത്തിലായി ഒരുമിച്ച് കൂടുന്ന മഹാസംഗമമാണ് അറഫ സംഗമം. ലോകത്ത് നിന്ന് ഒഴുകിയെത്തിയ ജനലക്ഷങ്ങൾ, അവരിൽ പാവപ്പെട്ടവരുണ്ട്, പണക്കാരുണ്ട്, അവരിൽ ഉള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്, അവരിൽ വെളുത്തവരുണ്ട്, കറുത്തവരുണ്ട്, അവരിൽ പണ്ഡിതന്മാരുണ്ട്, പാമരന്മാരുണ്ട്. അവരെല്ലാവരും കൂടി സമത്വബോധത്തോടെ സമഭാവനയോടെ അള്ളാഹുവിന്റെ മുന്നിൽ ഒരുമിച്ച് കൂടുന്ന മഹാസംഗമം, അതാണ് അറഫ സംഗമം. മനസ്സുകൾ വിധിപ്പിക്കൊണ്ട്, ചുണ്ടുകൾ വിറച്ചുകൊണ്ട്, കണ്ണുകൾ ഈറനണിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ എല്ലാവരും കരമുയർത്തിക്കൊണ്ട് ദുആ ചെയ്യുന്ന ഒരു അമൂല്യമായ മുഹൂർത്തമാണ് അറഫ സംഗമം. അല്ലാഹു തആല അതിന്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കുവാനും ദുൽഹജ്ജ് 9 ആ പുണ്യഭൂമിയിൽ എത്തുവാനും ആയുസ്സിൽ ഒരിക്കലെങ്കിലും അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അറഫ സംഗമം അവളിൽ ഏറ്റവും പ്രത്യേകതയുള്ളത് 14 മുമ്പ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1,24,000 വരുന്ന സഹാബാക്കൾ, ആ സഹാബാക്കളെ എല്ലാം ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് 10 കിലോമീറ്റർ നീളവും 6 കിലോമീറ്റർ വീതിയുമുള്ള ആ അറഫ മൈതാനത്തിൽ ലോകത്തിന്റെ എല്ലാം ഒരു പരിച്ഛേദം എന്നുള്ള നിലയിൽ ലോകമെല്ലാം അറഫ മൈതാനിയിൽ ചുരുങ്ങുന്നൊരു സമയം, അല്ലെങ്കിൽ അറഫ മൈതാനം ലോകത്തോളം വിശാലമാകുന്ന ഒരു സമയം. ആ സമയത്ത് 14 മുമ്പ് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹബിഹി വസല്ലം ആ അറഫ മൈതാനിയെ സാക്ഷിയാക്കിക്കൊണ്ട് 20 മിനിറ്റ് നീണ്ടു നിന്നൊരു പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. അറഫയുടെ ഹൈലൈറ്റ് അതാണ്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പും പരിശുദ്ധ റസൂലിന്റെ ഹജ്ജത്തുൽ വദാഇലെ
ഓർമ്മിപ്പിക്കപ്പെടുന്നത് ആ അറഫ പ്രഭാഷണമാണ്. കാരണം അത് വെറും ഒരു പ്രസംഗമായിരുന്നില്ല, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രഖ്യാപനമായിരുന്നു അന്ന് ആ അറഫ മൈതാനിയിൽ നടന്നത്. അതിനു മുമ്പോ അതിനു ശേഷമോ അത്രത്തോളം വലിയൊരു മനുഷ്യാവകാശ പ്രഖ്യാപനം ലോക ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടില്ല. അവിടെയാണ് അറഫയുടെ പ്രസക്തി. വർത്തമാന കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അറഫ പ്രഭാഷണത്തെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ, ആ അറഫ പ്രഭാഷണത്തെ നമ്മൾ വായിച്ചെടുക്കുമ്പോൾ, ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന എനിക്കും നിങ്ങൾക്കും അതിൽ ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ അവൻ അപരന് ബുദ്ധിമുട്ടുണ്ടാക്കാതെ അവന്റെ വ്യക്തിത്വവും അവന്റെ ജീവിതത്തിന്റെ വഴിയും അവൻ തിരഞ്ഞെടുക്കുമ്പോൾ മറ്റൊരാൾക്ക് അവന് ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കുവാൻ എങ്ങനെയാണോ ജീവിക്കേണ്ടത്, ആ ഒരു മാനിഫെസ്റ്റോയാണ് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 20 മിനിറ്റ് കൊണ്ട് അവിടത്തെ ഹജ്ജത്തുൽ വദാഇൽ അവിടത്തെ സഹാബത്തിനോട് പഠിപ്പിച്ചത്. അത് ആ 1,24,000 സഹാബാക്കളോട് മാത്രമല്ല, അവരോട് ആ പ്രഖ്യാപനം നടത്തിയിട്ട് അവസാനം റസൂല് ചോദിക്കുന്നുണ്ട്, ഹൽ ബല്ലഗ്തു സഹബ, ഇത് ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നല്ലോ, ഈ സന്ദേശം ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലേ? ബലാ യാ റസൂലല്ലാഹ്, അതേ നബിയെ, അങ്ങയുടെ സന്ദേശം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഫൽ യുബല്ലിഗു ഷാഹിദുൽ ഗായിബ, ഇവിടെ എന്റെ ശബ്ദം കേട്ടവർ, ഇത് കേൾക്കാത്ത ലോകത്തുള്ള അനേകായിരങ്ങളുണ്ട്, അവരിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കൽ നിങ്ങളുടെ ബാധ്യതയാണ്. നിങ്ങൾ പുറപ്പെട്ടുകൊള്ളുക ഹജ്ജിന് ശേഷമെന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ആ തങ്ങളുടെ വാക്കാണ്, അതിന്റെ തബ്ലീഗാണ്, ആ എത്തിച്ചു കൊടുക്കലാണ് പിന്നെ ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങളിലേക്കും പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രകാശം പരന്നെത്താൻ കാരണമായത്. ആ ഹജ്ജത്തുൽ വദാഇന്റെ ആ പ്രഖ്യാപനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് നടത്തിയ പ്രഭാഷണങ്ങളിൽ ഏറ്റവും വലുതാണ് 20 മിനിറ്റ് നീണ്ട ഈ പ്രഭാഷണം. നബി സല്ലല്ലാഹുവിന്റെ വാലുകളൊക്കെ വളരെ കുറഞ്ഞ സമയമായിരുന്നു. പ്രഭാഷണം അവിടുത്തെ ശ്രോതാക്കളെ ബുദ്ധിമുട്ടിക്കാതെ, അനുവാചകർക്ക് അലോസരം ഉണ്ടാക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാക്കുകൾ ചുരുക്കിയ വളരെ സരളമായ ഭാഷയിൽ, അവിടത്തെ വശ്യമായ വജസ്സുകൾ കൊണ്ടാണ് നബിതങ്ങൾ സദസ്സുകളെ അഭിമുഖീകരിച്ചിരുന്നത്. വളരെ ലളിതമായ ഭാഷയിൽ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രഭാഷണമായിരുന്നു. നബിതങ്ങളുടെ പ്രഭാഷണങ്ങളിൽ കുറെ നീണ്ടത് ഈ അറഫ പ്രഭാഷണമാണ്. അതും 20 മിനിറ്റ് മാത്രമാണ്. ആ 20 മിനിറ്റ് കൊണ്ട് ലോകത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ചില പ്രഖ്യാപനങ്ങളുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രഖ്യാപനം അറഫ പ്രസംഗമാണ്. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ സന്ദേശത്തെ വർത്തമാന കാലഘട്ടത്ത് മറ്റുള്ള സഹോദര സമുദായങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ, അവരോട് നമ്മൾ പറയുമ്പോൾ, നമ്മൾ ഏറ്റവും കൂടുതൽ പറയേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയ ആ പ്രഭാഷണമാണ്. കാരണം എന്ത്? ഇന്ത്യയുടെ പാർലമെന്റിൽ ഉൾപ്പെടെ ലോകത്തുള്ള എത്രയോ രാജ്യങ്ങളിൽ പാർലമെന്റുകളിൽ ഇതുപോലെയുള്ള മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ, ലോക സമാധാന സമ്മേളനങ്ങൾ നടത്തുമ്പോൾ അവിടെയെല്ലാം കോട്ട് ചെയ്യപ്പെടുന്നത് നിബിതങ്ങളുടെ ഈ അറഫ പ്രസംഗത്തിലെ വാക്കുകളാണ്. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ ഇന്ത്യയുടെ പാർലമെന്റിൽ ഉൾപ്പെടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ അറഫ പ്രസംഗത്തിന്റെ ശീലുകൾ അവിടുന്ന് മുഴങ്ങി കേട്ടിട്ടുണ്ട്. ആദ്യമായി നബിതങ്ങൾ സഹാബത്തിനോട് പറഞ്ഞതെന്താ? ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാലക്കും ഹറാമുൻ അലൈക്കും കഹുർമത്തി യൗമിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ ഫീ ശഹരിക്കും ഹാദാ. എന്റെ പ്രിയപ്പെട്ട സഹാബ, ഈ നാടിനൊരു പവിത്രതയുണ്ട്, നിങ്ങൾക്കറിയാം, പരിശുദ്ധമായ മക്കയുടെ പവിത്രത. അത് ഉമ്മുൽ ഖുറയാണ്, ലോകത്തുള്ള മുഴുവൻ ഗ്രാമങ്ങളുടെയും ഉമ്മയാണ്. ഏറ്റവും പവിത്രമായ കഅബ സ്ഥിതി കൊള്ളുന്ന സ്ഥലമാണ് മക്ക. ഈ ദിവസം നിങ്ങൾക്കറിയാം, അറഫയുടെ ദിവസം അള്ളാഹുവിന് അവന്റെ അടിമകളുടെ ഏറ്റവും പ്രാർത്ഥനകൾ കേൾക്കുന്ന ദിവസമാണ്. ഈ മാസം നിങ്ങൾക്കറിയാം, യുദ്ധം ഹറാമായ പവിത്രമായ ഹജ്ജുൽ ഹജ്ജ് മാസമാണ്. ഈ മാസത്തിന്, ഈ ദിവസത്തിന്, ഈ നാടിന് എത്രത്തോളം പവിത്രതയുണ്ട്, അതുപോലെ പവിത്രമാണ് ഇന്ന ദിമാഅക്കും, നിങ്ങളുടെ ഓരോരുത്തരുടെ രക്തം, വഅംവാലക്കും, നിങ്ങളുടെ ഓരോരുത്തരുടെയും സമ്പത്ത്, വഅറാലക്കും, നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിമാനം,
അത് ഹറാമുൻ അലൈക്കും, മറ്റുള്ളവർക്ക് അത് പവിത്രമാണ്. അഥവാ ഒരാളും മറ്റൊരാളിന്റെ രക്തം ചീന്താൻ പാടില്ല, ഒരാളും മറ്റൊരാളിന്റെ സമ്പത്ത് അപഹരിക്കാൻ പാടില്ല, ഒരാളും മറ്റൊരാളിന്റെ അഭിമാനത്തെ പിച്ചു ചീന്താൻ പാടില്ല. ഒന്ന് ആലോചിച്ച് നോക്കി പ്രിയമുള്ളവരെ, ലോകത്തുനിന്ന് നടക്കുന്നത് ഈ 3 കാര്യങ്ങളല്ലേ? ലോകത്ത് മനുഷ്യന്റെ ജീവിതത്തിന് എല്ലാം നശിപ്പിക്കുന്നത്, മനുഷ്യ ജീവിതത്തിന്റെ സമാധാനത്തിനുമൊക്കെയും തടസ്സമാകുന്നത് ഈ 3 കാര്യങ്ങളാ. ലോകത്ത് ഭരണകർത്താക്കൾ ആവശ്യമില്ലാതെ യുദ്ധങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ അവർ അതിന്റെ പിന്നിൽ കാണുന്ന സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് വേണ്ടി കുഞ്ഞു മക്കൾ കൊല്ലപ്പെടുമ്പോൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകന്റെ വാക്ക്, ഇന്നതിമാഅക്കും, ലോകത്തുള്ള ഏതൊരു മനുഷ്യന്റെ രക്തവും, അത് മുസ്ലിമിന്റെ രക്തമാകട്ടെ അമുസ്ലിമിന്റെ രക്തമാകട്ടെ, സ്വന്തം നാട്ടുകാരന്റെ രക്തമാകട്ടെ വിദേശിയുടെ രക്തമാകട്ടെ, എല്ലാവരുടെ രക്തവും പവിത്രമാണ്. ആർക്കും ആരുടെ രക്തവും ചീന്താൻ, ആർക്കും ആരുടെയും ജീവൻ എടുക്കാൻ അള്ളാഹു അവകാശം കൊടുത്തിട്ടില്ല. വഹംബാലക്കും, ഒരാൾക്കും മറ്റൊരാളിന്റെ സമ്പത്ത് അനർഹമായി കയ്യിൽ വെക്കാൻ, വഞ്ചിച്ചെടുക്കാൻ, അപഹരിച്ചെടുക്കാൻ അവകാശമില്ല. വഅറാലക്കും, നിങ്ങളുടെ ആത്മാഭിമാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞല്ലോ. വർത്തമാന കാലത്ത്, സോഷ്യൽ മീഡിയയുടെ കാലത്ത് നമ്മൾ പോയിന്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് വഅറാലക്കും, നിങ്ങളുടെ ആത്മാഭിമാനം. കാരണം എന്താ? പഴയ കാലം പോലെയല്ല. ഇന്നൊരു മനുഷ്യന്റെ അഭിമാനത്തെ പിച്ചു ചീന്തുവാൻ, മനുഷ്യനെ പൊതുസമൂഹത്തിൽ അപഹാസ്യനാക്കുവാൻ, അവന്റെ അഭിമാനത്തെ നശിപ്പിക്കുവാൻ ഒരു വാക്കുകൊണ്ട് ആയിരങ്ങളും ലക്ഷങ്ങളും കോടികളും ഒരു നിമിഷം കാണുന്ന സോഷ്യൽ മീഡിയയുടെ കാലത്ത് നമ്മളുടെ വാക്കുകളും നമ്മളുടെ വിരൽ തുമ്പുകളും നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാലമാണ്. നമ്മൾ കാരണമായി, നമ്മളുടെ വാക്ക് കാരണമായി, നമ്മളുടെ ഒരു ഷെയർ കാരണമായി മറ്റൊരു സഹോദരന്റെ അഭിമാനം നഷ്ടപ്പെട്ടു പോകുമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫ പ്രഭാഷണത്തിൽ പറഞ്ഞ വാക്ക്, ഈ പരിശുദ്ധ മക്കയുടെ പവിത്രത പോലെ, ദുൽഹജ്ജിന്റെ പവിത്ര പോലെ, അറഫ ദിവസത്തിന്റെ പവിത്രത പോലെ ഓരോ മനുഷ്യന്റെയും അഭിമാനം പവിത്രമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ അറഫയെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ, നബി തങ്ങളുടെ അറഫ പ്രസംഗത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇത് നമ്മൾ വളരെ ഗൗരവത്തോടെ കാണേണ്ടതാ. നമ്മൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും കുറിച്ച് മോശമായി ചിത്രീകരിക്കുന്ന, ആരുടെയെങ്കിലും അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന വാക്കുകള്, വീഡിയോകൾ, സംസാരങ്ങൾ കണ്ടാൽ അത് ഷെയർ ചെയ്യുന്നത് വളരെ സൂക്ഷിച്ചു വേണം. നമ്മൾ കാരണമായി മറ്റൊരാളിന്റെ മനസ്സ് വേദനിക്കാൻ പാടില്ല. നമ്മൾ കാരണമായി ഒരാളിന്റെ അഭിമാനത്തിന് ക്ഷതം വരാൻ പാടില്ല. നമ്മൾ കാരണമായി ഒരാളിന്റെ പ്രതിച്ഛായയും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ഒരാളിന്റെ ഇമേജിനും കുറവ് വരാൻ പാടില്ല. അതല്ലേ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മുസ്ലിമീങ്ങളോടല്ല മാത്രമല്ല, അമുസ്ലിമീങ്ങളോടെന്ന് മാത്രമല്ല, മുഴുവൻ മനുഷ്യരോട് പ്രവാചകന്റെ പ്രഖ്യാപനം, ആരുടെ അഭിമാനത്തെ നിങ്ങൾ പിച്ചു ചീന്തരുതേ, ആരുടെ പ്രതിച്ഛായ നിങ്ങൾ നഷ്ടപ്പെടുത്തരുതേ. അത് പവിത്രമാണ്, അത് മനുഷ്യത്വത്തിന് എതിരാണ്, അത് മാനവികതയ്ക്ക് എതിരാണ്. അർഹ പ്രസംഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതാ. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തെ കാർന്നു തിന്നുന്ന, എക്കാലത്തും സമൂഹത്തെ കാർന്നു തിന്നുന്ന, സമൂഹത്തെ നശിപ്പിക്കുന്ന, കുടുംബജീവിതങ്ങളെ നശിപ്പിക്കുന്ന, മനുഷ്യന്റെ സാമ്പത്തിക ഭദ്രതകളെ തകർക്കുന്ന എല്ലാ ഉച്ചനീചത്വങ്ങളെയും അറഫയുടെ മണ്ണിൽ പ്രവാചകൻ ചവിട്ടി താഴ്ത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞത് എന്താണ്? ഫഇന്ന റിബ, ഇന്ന് വരെ, ഈ കാലഘട്ടം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച കാലഘട്ടത്തിൽ പലിശ എന്ന് പറയുന്ന മഹാമാരി കുടികൊണ്ടൊരു കാലമാണ്. പലിശയുടെ മാഫിയകൾ ഏറ്റവും കൂടുതൽ തഴച്ചു വളർന്ന ഒരു കാലഘട്ടമാണ്. അറഫ മൈതാനിയെ സാക്ഷി നിർത്തിക്കൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ വഇന്ന റിബൽ ജാഹിലിയ മൗദൂ, ഇദാ അജ്ഞതയുടെ കാലഘട്ടത്തിൽ മനുഷ്യൻ അനുവർത്തിച്ചു പോന്നിരുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥയുണ്ട്, സാമ്പത്തിക രീതിയുണ്ട്. അതിതാ അറഫയുടെ മണ്ണിൽ ഞാൻ കുഴിച്ചു മൂടുകയാണ്. അതേതാണ്? പലിശയാണ്. സമ്പന്നൻ അവന്റെ സമ്പത്ത് കൊണ്ട് പാവപ്പെട്ടവനെ അവന്റെ ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്തുകൊണ്ട് പാവപ്പെട്ടവനെ വീണ്ടും ദരിദ്രനാക്കുന്ന പലിശ സംവിധാനം ഞാൻ ഇതാ അറഫയിൽ കുഴിച്ചു മൂടുകയാണ്. അതിൽ ആദ്യത്തേത് എന്റെ പിതൃവനായ അബ്ബാസ് മക്കയിൽ അറിയപ്പെട്ട പലിശക്കാരനായിരുന്നു. അബ്ബാസിന്റെ പലിശ ഇടപാടുകൾ മുഴുവനും ഇതാ ഇന്നേ ദിവസം ഞാൻ ഇവിടെ നിർത്തലാക്കുകയാണ്. ഇനി എന്റെ പിതൃവിന് നിങ്ങൾ ആരും പലിശ കൊടുക്കേണ്ട ആവശ്യമില്ല. പലിശയ്ക്ക് അദ്ദേഹത്തിൽ നിന്ന് പണം സ്വീകരിച്ചവർ തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതാ ഇവിടെ നിർത്തുകയാണ്. ആലോചിച്ച് നോക്കിയ പ്രിയമുള്ളവരെ, ഇന്ന് ഏതൊരു നാടിനെയും ഏതൊരു രാജ്യത്തെയും നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പലിശ ഇടപാടുകളാണ്.
മനുഷ്യന്റെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെടുന്നത് ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടി അവൻ എടുക്കുന്ന ലോണുകളാണ്. അത് കാരണമായി അവന്റെ അഭിമാനം നഷ്ടപ്പെടുകയാണ്, വീടുകൾ നഷ്ടപ്പെടുകയാണ്, അവന്റെ സമ്പത്ത് നഷ്ടപ്പെടുകയാണ്, ജീവിതം നരകതുല്യമാവുകയാണ്. ഇന്നിവിടെ നമ്മൾ അറിയാം, നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം, ഏതെങ്കിലും നിലയിൽ ലോണുമായി ബന്ധപ്പെട്ട, വായ്പയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ടച്ച് നമ്മൾ നടത്തി കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസം 10ഉം 30ഉം 300ഉം കോളുകൾ ഇങ്ങോട്ട് വരുന്നതിന് വേണ്ടിയാണ്. നിങ്ങളെ EMI പേര് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തില് എല്ലാം പലിശയാണ്. ആ പലിശ ഇടപാട് നടത്താൻ നമ്മളെ പ്രേരിപ്പിച്ച് ഇങ്ങോട്ട് തരാൻ വേണ്ടി ആളുകൾ കാത്തിരിക്കുമ്പോൾ ഇത് മനുഷ്യന്റെ സാമ്പത്തികമായ ഉയർച്ചയ്ക്ക് വേണ്ടിയല്ല, സമൂഹത്തിന്റെ മനുഷ്യന്റെ സാമ്പത്തികമായ തകർച്ചയുടെ പ്രധാന കാരണം പലിശയാണ്. പരിശുദ്ധമായ ഇസ്ലാം ഏറ്റവും കൂടുതൽ നിരോധിച്ചത് ഖുർആൻ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, ഓ മുഅ്മിനീങ്ങളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, വദറൂ മാ ബഖിയ മിൻ റിബ, ഇന്ന് വരെ നിങ്ങൾ പലിശ വാങ്ങിയിട്ടുണ്ടെങ്കിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് അറഫ മൈതാനിയിലുള്ള പ്രഖ്യാപനമാണ്, നിങ്ങൾ ആ രീതിയെ, ആ സംവിധാനത്തെ നിങ്ങൾ നിർത്തലാക്കുക. നിങ്ങൾ ഇതുവരെ വാങ്ങിയതൊക്കെ ശരിയൊക്കെ ഇനി ഒരിക്കലും നിങ്ങൾ വാങ്ങരുത്. ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ. അഥവാ ഒരു വിശ്വാസിക്ക് ഒരിക്കലും കരണീയമല്ല പലിശ ഇടപാട്. അവൻ നിസ്കരിക്കുന്നവനാകട്ടെ, ഹജ്ജ് ചെയ്തവനാകട്ടെ, സക്കാത്ത് കൊടുക്കുന്നവനാകട്ടെ, പാവപ്പെട്ടവനെ സഹായിച്ചവനാകട്ടെ, പലിശ വാങ്ങിയിട്ട് പാവപ്പെട്ടവനെ സഹായിക്കേണ്ട. കാരണം അത് സമൂഹത്തിനോട് ചെയ്യുന്ന ദ്രോഹമാണ്. പലിശ വാങ്ങിയിട്ട് പള്ളി വെക്കേണ്ട, അത് സമൂഹത്തിനോട് ദ്രോഹമാണ്. പലിശ വാങ്ങിയിട്ട് ഹജ്ജിന് പോകണ്ട. പലിശ വാങ്ങിയിട്ട് പലിശയിലൂടെ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിലൂടെ അവൻ സാമ്രാജ്യങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് ഏത് വഴിയിൽ ചെലവഴിച്ചാലും അതെല്ലാം ഹറാമാണ്, അതെല്ലാം തെറ്റാണ്. അതൊന്നും അല്ലാഹു സ്വീകരിക്കുകയില്ല. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അല്ലാഹു നല്ലതേ സ്വീകരിക്കുകയുള്ളൂ. ഏതെങ്കിലും നിലയിൽ സമ്പത്ത് ഉണ്ടാക്കിയിട്ട് വഞ്ചിച്ചും പലിശയ്ക്ക് കൊടുത്തിട്ടും സമ്പത്ത് ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് നാട്ടിൽ വലിയ ചാരിറ്റി പ്രവർത്തനം നടത്താൻ, വലിയ ജനങ്ങൾക്ക് ക്ഷേമ പ്രവർത്തനം നടത്താൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. അതിന്റെ ആവശ്യവുമില്ല. മറിച്ച് ഇസ്ലാം എന്നുള്ള സക്കാത്തിന്റെ വ്യവസ്ഥ അത് പലിശയ്ക്ക് നേരെ ഘടകവിരുദ്ധമാണ്. പാവപ്പെട്ടവരെ നീ സഹായിക്കണം, അതിന് സക്കാത്തിന്റെ സംവിധാനമുണ്ട്. പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കണം, അവരെ കണ്ണീരൊപ്പണം, അതിനാണ് സ്വതക്കകൾ ഉള്ളത്, അതിനാണ് ദാനധർമ്മങ്ങൾ ഉള്ളത്. അല്ലാതെ പലിശ കൊടുത്താരെയും സഹായിക്കേണ്ട. നമ്മളെ നാട്ടിലെ ഭാഷ തന്നെ ഞാൻ അവനെ സഹായിച്ചു എന്നാണ് പറയാ, അല്ലേ? പൈസ കിട്ടാതെ വരുമ്പോൾ പലിശ കിട്ടാതെ പറഞ്ഞാൽ ഞാൻ അവന് 1 ലക്ഷം രൂപ അവനെ സഹായിച്ചതാണ്, തിരിച്ചു തരുന്നില്ലെന്ന്. സംഭവം സഹായം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഏതാ സംഭവം? ഈ പലിശയാണ്. ഇത് സഹായമല്ല. സഹായം എന്ന് പറഞ്ഞാൽ ദാനമാണ്. ദാനത്തെ പരിശുദ്ധ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചു. കടം കൊടുക്കുന്നതിനെ പരിശുദ്ധ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചു. വിശ്വാസമുള്ളവർക്ക് കടം കൊടുക്കാം. ഒരു ആള് 2 പ്രാവശ്യം കടം കൊടുത്താൽ അത് 1 പ്രാവശ്യം അവന് സ്വതക്ക കൊടുത്തതുപോലെയാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ തിരിച്ചു കിട്ടുന്നവർക്കേ കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെയൊക്കെ പലരും വിട്ടുപോയിട്ടുണ്ടല്ലേ? ഒരു സങ്കടം കേട്ടിട്ട് കടം കൊടുത്താൽ പിന്നെ അവനോട് 100 സങ്കടം പറയണം അതൊന്ന് തിരിച്ചു കിട്ടാൻ. അതിന് പരിശുദ്ധ ഇസ്ലാം ജാമ്യം വെക്കുന്നതിന് വേണ്ടി പണയ സംവിധാനം വെച്ചിട്ടുണ്ട്. പലിശ ഇല്ലാത്ത പണയം ആർക്കാണോ നമ്മൾ പൈസ കൊടുക്കുന്നത് അതിന്റെ ഉറപ്പിന് വേണ്ടി, ജാമ്യത്തിന് വേണ്ടി അവരിൽ നിന്ന് സ്വർണമോ മറ്റോ നമുക്ക് ഇങ്ങോട്ട് വാങ്ങാം, കടം വിടുമ്പോൾ തിരിച്ചു കൊടുക്കാം. പക്ഷേ പലിശ അധിഷ്ഠിതമല്ല. പറഞ്ഞു വരുന്നത് അറഫ പ്രസംഗത്തിൽ ഹബീബുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 14 മുമ്പ് ലോകത്തോട് പ്രഖ്യാപിച്ചത് ഇതാ പലിശ ഇടപാട് ഇസ്ലാം നിഷിദ്ധമാക്കി. അതിൽ ഒന്നാമതായിട്ട് ഞാൻ നിർത്തലാക്കുന്നത് വെറും പ്രഭാഷണം മാത്രമല്ല, വെറും ജനങ്ങളോടുള്ള പ്രഖ്യാപനം മാത്രമല്ല, എന്റെ കുടുംബത്തിലെ ഏറ്റവും വലിയ പലിശക്കാരനായ എന്റെ പ്രിയപ്പെട്ട പിതൃവ്യൻ അബ്ബാസ് അദ്ദേഹത്തിന്റെ പരിശുദ്ധത ഞാൻ നിർത്തുകയാണ്. മാത്രമല്ല കുടിപ്പകകളും ഗോത്രപ്പകകളും ഞാനിതാ ഇവിടെ നിർത്തലാക്കുകയാണ്. അന്ന് ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന അതാണ്. അർഫ മൈതാനിയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ വ ഇന്ന കുല്ല മുഅ്സറത്തിൻ മൗദൂഅ, ഇതാ എല്ലാ കുടിപ്പകളും ഞാൻ നിർത്തലാക്കിയിരിക്കുകയാണ്. എന്തൊക്കെയാണ്? കൊട്ടേഷൻ സംഘങ്ങൾ, കുടിപ്പകകൾ, പരസ്പര വൈരാഗ്യങ്ങൾ, അതിന്റെ പേരിൽ നടക്കുന്ന കൊലപാതകങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള കൊലപാതകങ്ങൾ, എന്തിന്റെ പേരില? വൈരാഗ്യങ്ങളും വാശിയുടെ പേരില. മക്കൾ മാതാപിതാക്കളെ കൊല്ലുന്നു വാശിയുടെ വൈരാഗ്യത്തിന്റെ പേരിൽ. കൂട്ടുകാരുകൾ തമ്മിൽ നടക്കുന്നു,
ബാറിൽ വെച്ച് നടന്ന ഒരു ചെറിയ തർക്കത്തിന്റെ പേരിൽ നടു റോഡിലിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചുകൊണ്ട് ക്രൂരമായി ഈ അടുത്തൊരു ചെറുപ്പക്കാരൻ തിരുവനന്തപുരത്ത് കൊന്നത് നമ്മൾ കാണുകയുണ്ടായി. മറ്റുള്ളവർക്ക് അതുണ്ട് വീഡിയോ എടുക്കുന്ന രംഗം നമ്മൾ കാണുകയുണ്ടായി. ഹബീബിന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതാണ് ഞാൻ പറഞ്ഞത്, വർത്തമാന കാലത്ത് അറഫ പ്രസംഗത്തിന് വലിയ പ്രസക്തിയുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങൾക്ക് മാത്രമുള്ള മനുഷ്യാവകാശ പ്രഖ്യാപനമല്ലായിരുന്നു, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോടും പറഞ്ഞു ആരും കുടിപ്പക വെക്കരുത്. എന്നിട്ട് നിങ്ങൾ നടപ്പിലാക്കി. എന്താണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം പിതൃവ്യനായ അസദ് ബിൻ ഹാഷിമിന്റെ ചെറിയ മകൻ, 2 വയസ്സുള്ള ഒരു മകനെ അടുത്ത അയൽവാക്കത്തുള്ള ഒരു ഗോത്രക്കാരൻ കൊന്നുകളഞ്ഞിരുന്നു. അതിന്റെ പേരിൽ അവരുടെ ഇടയിൽ വലിയ തർക്കങ്ങളും വലിയ യുദ്ധങ്ങളും നടന്നുകൊണ്ടിരുന്നു. നബി തങ്ങൾ പറഞ്ഞു, ഇനി എന്റെ കുടുംബത്തിൽപ്പെട്ട 2 വയസ്സുകാരൻ മുല കുടിച്ചു കൊണ്ടിരുന്ന കുഞ്ഞുമോനെ കൊന്നതിന്റെ പ്രതികാരം ഇവിടെ നിർത്തലാക്കിയിരിക്കാൻ. അതിന്റെ പേരിൽ ഇനി ഇവിടെ വിചാരണകളില്ല, അതിന്റെ പേരിൽ ഇനി വൈരാഗ്യങ്ങളിലെ പ്രതികാരമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകാപരമായി ഇവിടെ നടപ്പിലാക്കുകയുണ്ടായി. ഇതുപോലെ അറഫ പ്രസംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയുള്ള അവകാശങ്ങൾ പ്രഖ്യാപനം, മാനവികതയുടെ പ്രഖ്യാപനമായിരുന്നു അറഫ. അത് ഓർമ്മിപ്പിക്കുന്നതാണ്. ഓരോ അറഫയിലും നമ്മൾ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ഓരോ വർഷവും പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിലെ ഇമാം ഇതുപോലെയുള്ള ഒരു പ്രഭാഷണം നടത്തും. അത് ലോകത്തിനൊക്കെയും മാതൃകയാണ്. അറഫയെ അനുസ്മരിക്കുമ്പോൾ നമുക്ക് പറയേണ്ടതും നബി സല്ലല്ലാഹു അലൈഹി ഈ വാക്കുകളാണ്. അല്ലാഹു ജീവിതത്തിൽ പകർത്താൻ നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് അറഫ വരുന്നത് ദുൽഹജ്ജ് 9 ബുധനാഴ്ചയാണ്, വ്യാഴാഴ്ചയാണ്. ഇൻഷാ അല്ലാഹ് ബലിപെരുന്നാൾ രാവിലെ 7:30 മണിക്ക് നമുക്ക് നിസ്കരിക്കണം. എല്ലാവരും കൃത്യസമയത്ത് തന്നെ എത്തി. എല്ലാവരും അറഫയുടെ നോമ്പ് അനുഷ്ഠിക്കും. ദുൽഹജ്ജ് 8 ചൊവ്വാഴ്ച അന്നാണ് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അറഫ വരുന്നത്. ദുൽഹജ്ജ് 8 അന്ന് നോമ്പെടുക്കൽ സുന്നത്താണ്. അപ്പോൾ ആ ദിവസവും നമുക്ക് നോമ്പെടുക്കാം. അപ്പോൾ 2 ദിവസവും നോമ്പെടുക്കുന്നത് എല്ലാ തരത്തിലും നല്ലതാണ്. അല്ലാഹു തആല നന്മകളിലൊക്കെയും പങ്കാളികളാകാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.